ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഒരിക്കൽ ഒരമ്മ തൻ്റെ മകനെ വീട്ടിലാക്കി മാർക്കറ്റിൽ പോയി. പോകുമ്പോൾ അനുജത്തിയെ നോക്കിക്കൊള്ളണമെന്നും അമ്മ പറഞ്ഞിരുന്നു. അമ്മ പോയ ശേഷം മേശയിൽ നിറമുള്ള മഷി നിറച്ചു വെച്ചിരുന്ന ഏതാനും കുപ്പികൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നല്ല നിറമുള്ള മഷി. അനുജത്തിയുടെ ഒരു ചിത്രം വരച്ചാലോ? അവൻ്റെ ഭാവന ഉണർന്നു. അവൻ കുപ്പികൾ തുറന്ന് അതിലെ നിറങ്ങൾ കൊണ്ട് ചിത്രം വരയ്ക്കുവാൻ തുടങ്ങി. വരയ്ക്കുന്നതിനിടയിൽ അശ്രദ്ധമായി മുറി മുഴുവൻ മഷി വീണ് വൃത്തികേടായി. അമ്മ വീട്ടിലെത്തിയപ്പോൾ ആദ്യം ശ്രദ്ധിച്ചതും അതായിരുന്നു. മഷി വീണ് വൃത്തികേടാകാൻ ഇനി ഒരിടവുമില്ല. ഒപ്പം മകൻ വരച്ച ആ ചിത്രവും അമ്മ കണ്ടു. മഷി വീണ് വൃത്തികേടാക്കിയത് കണ്ട ഭാവമേ കാണിക്കാതെ അമ്മ അടുത്ത് ചെന്ന് ആ ചിത്രത്തിൽ നോക്കി. ഇത് സോഫിയയാണല്ലോ, അവർ ആശ്ചര്യത്തോടെ പറഞ്ഞു. എന്നിട്ട് തൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് ആവോളം ചുംബിച്ചു. ഈ ബാലനാണ് പിൽക്കാലത്ത് ബെഞ്ചമിൻ വെസ്റ്റ് എന്ന പേരിൽ വിഖ്യാതനായി തീർന്ന ചിത്രകാരൻ. എൻ്റെ അമ്മയുടെ ചുംബനം എന്നെ ചിത്രകാരനാക്കി എന്ന് അഭിമാനപൂർവം അദ്ദേഹം പറയുമായിരുന്നു. വഴക്കു പറയുന്നത് കൊണ്ട് സാധിക്കാവുന്നതിനേക്കാൾ മഹത്തായ ഒരു കാര്യം സ്നേഹപൂർവം നൽകിയ ഒരു ചുംബനം കൊണ്ട് ആ അമ്മ സാധിപ്പിച്ചു. നമുക്ക് ചുറ്റും ഇതുപോലെ ധാരാളം ചിത്രങ്ങൾ വരയ്ക്കുന്നവരുണ്ട്, പല രൂപത്തിലും ഭാവത്തിലും. എന്നാൽ മഷി വീണ് വികൃതമാക്കപ്പെട്ട ചുറ്റുപാടുകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ എങ്കിൽ വരും തലമുറയിലെ മഹാത്മാക്കളെ കണ്ടെത്തുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. നമ്മുടെ വാക്കുകളും പെരുമാറ്റങ്ങളും മറ്റുള്ളവരെ വളർത്തുകയും തളർത്തുകയും ചെയ്യുമെന്നുള്ളത് നാം ഓർമ്മിക്കണം. ഒരുവൻ്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന വിധം അധിക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ കഴുത്തിന് കത്തിവയ്ക്കുകയാണ് ചെയ്യുന്നത്. കൊലപാതകം ചെയ്യുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നാണ് യഹൂദന്മാരുടെ ധർമ്മശാസനം. എന്നാൽ ക്രിസ്തു അതിന് നൽകുന്ന നിർവചനം ശ്രദ്ധേയമാണ്. ഒരുവനെ നിസ്സാര എന്നോ മൂഢ എന്നോ വിളിക്കുന്നവനോ കൊല ചെയ്യുന്നതിന് തുല്യമായ പാപമാണ് ചെയ്യുന്നത്. അതിനാൽ നീയോ വളരണം, ഞാനോ കുറയണമെന്ന സ്നാപകന്റെ സമർപ്പണ മനോഭാവം ഏറ്റെടുക്കാം. ഗലാത്യർ 3:27. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല. നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.